വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് റെട്രോ ഉണ്ട്. റെട്രോ നമ്മുടെ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റെട്രോ. നാമ പൈസ കൂടാതെ നമ്മ പടം താൻ പേസണം, അതുതാൻ കാർത്തിക് സുബ്രാജോட ഒരു ഐഡിയോളജി. ഈ ഒരു ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് കാർത്തിക് സുബ്രാജ് പറയാൻ ശ്രമിച്ച പല പടങ്ങളും ഓഡിയൻസിൻ്റെ ഫേവറേറ്റ്സിലുള്ളതാണ്. അത്തരത്തിലായിരുന്നു ലാസ്റ്റ് വന്ന നമ്മുടെ ജിഗർതണ്ട ഡബിൾ എക്സ്. ഗംഭീര പടമായിരുന്നു. തിയേറ്ററിലേക്ക് ഇരുന്ന് ഭയങ്കരമായിട്ട് ഇമോഷൻ കൊണ്ട് നമുക്കൊരു ഗൂസ് ബംസ് അടിച്ച് കിട്ടിയ ഒരു പടം. പിന്നെ സൂര്യ എന്ന് പറയുന്നൊരു നടൻ്റെ അവസ്ഥ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതെല്ലാം വമ്പൻ പരാജയങ്ങളായിരുന്നു. പിന്നെ OTT-ൽ വന്ന നമ്മുടെ സൂര്യനെ പോട്ടറും ജയ് ഭീമും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ കരിയറിലെ ഏറ്റവും നല്ല സിനിമകളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നത്. പക്ഷേ അത് തിയേറ്റർ റിലീസ് ഉണ്ടായില്ല. അദ്ദേഹത്തിന് അത്തരത്തിലൊരു അർഹിച്ച വിജയവും അവിടെ കിട്ടാതെ പോയി. പക്ഷേ റെട്രോയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ്, തിരുമ്പി വന്നിട്ട് എന്ന് ചൊല്ല് എന്ന് പറയും എന്ന് നമ്മൾ വിചാരിച്ചെടുത്ത് കാർത്തിക് സുബ്രാജും അണ്ണനും കൂടെ എന്നടാ പണി വെച്ചിരിക്കുകയെന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂര്യ, പൂജ ഹെഗ്ഡെ, ജോജു ജോർജ്, സുജിത് ശങ്കർ, ജയറാം, നാസർ, പ്രകാശ് രാജ്, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിര. അപ്പോൾ ഇതിനകത്ത് മലയാളത്തിൽ നിന്ന് തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയറാമേട്ടനുണ്ട്, സുജിത് ശങ്കറുണ്ട്, സ്വാസിക ഉണ്ട്, രമ്യ സുരേഷ് ഉണ്ട്. അത്യാവശ്യം മലയാളത്തിൽ നിന്നും നല്ല ആക്ടേഴ്സിനെ എല്ലാം അവിടത്തേക്ക് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയിൽ ഇത്രയും ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ. കാർത്തിക് സുബ്രാജിൻ്റെ പടം കൂടെയാണ്, അപ്പോൾ നല്ല പെർഫോമേഴ്സിനെ അവർ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ സംഭവം ഇറുക്ക് എന്നുള്ളൊരു സാധനമുണ്ട്. സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് മുഖത്ത് ചിരി വരാത്തൊരു കുഞ്ഞ്, അതാണ് സൂര്യമാൻ. അപ്പോൾ സൂര്യണ്ണന് മുഖത്ത് ചിരി വരില്ല. എപ്പോഴും ഒരൊറ്റ നിർവികാരതയോടുകൂടി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് ചിരി വരുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അമ്മ, പിന്നെ അങ്ങനെ ജീവിതത്തിൽ കുറേ ട്രോമകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു കുട്ടി, പിന്നീട് സാഹചര്യവശാൽ അദ്ദേഹം എത്തിച്ചേരുന്ന സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അയാളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് കഥയുടെ ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ ഫസ്റ്റ് ഹാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്ത് ഒരു മഹാൻ സിനിമയുടെ ഒക്കെ ഒരു റേഞ്ചിലോട്ട് ഇങ്ങനെ കയറി കൊണ്ടുവന്ന് ഇങ്ങനെ കൊളുത്തി വെക്കും. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു കിങ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലനെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. സോ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് പുള്ളിയുടെ എൻട്രിയും ഗംഭീരമായിരുന്നു. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടത്തിന് ഒരു ലാഞ്ചന അങ്ങോട്ട് തുടങ്ങും. അതെവിടെ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അസാധ്യമായിട്ടുള്ളൊരു ലാഞ്ചനയാണ്. അപ്പോൾ ഇവർ കാർത്തിക് സുബ്രാജിനെ പ്രധാനമായിട്ട് ഇതിനകത്തൊരു ഐഡിയ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത് സിനിമയിൽ ഇങ്ങനെ കൺവേ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞു പോകുന്ന കഥകൾ ഒരിടത്ത് ഒരു സാധനം പറഞ്ഞു വെച്ച് പിന്നെ വേറൊരിടത്ത് വേറൊരു സാധനത്തിലേക്ക് കൊണ്ടിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുവന്ന ഒരു അവിയൽ പരുവം അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഈ സെക്കൻഡ് ഹാഫിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കഥയുടെ ഒരു പശ്ചാത്തലം മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞ് വേറൊരു തരത്തിലെത്തും. പിന്നെ ഓഡിയൻസിന് എന്താണ്, അല്ലെങ്കിൽ ആക്ടേഴ്സിന് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തൊരു പരുവം. ഒരു കോർ കണ്ടന്റ് ഇവരുടെ കയ്യിൽ ഗംഭീരമായിട്ടുള്ളൊരു കോർ കണ്ടന്റ് ഇരിപ്പുണ്ട്. ആ കോർ കണ്ടന്റിനെ നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം ഇവർ അനാവശ്യമായിട്ടുള്ള കുറേ വഴിയിലോട്ട് പോയി. അതെനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ സൈഡിൽ നിന്ന് പലപ്പോഴും കേട്ടൊരു കാര്യമാണ്. ഇത് ആദ്യം രജനി സാറിന് വേണ്ടിയിട്ട് എഴുതിയൊരു കഥയാണ്. അപ്പോൾ അതിനകത്ത് ഈ ലവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സൂര്യ സാറിലേക്ക് എത്തിയപ്പോൾ അതിലേക്ക് ലവ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആഡ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ധൈര്യസമേതം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്റിനകത്തോട്ട് അനാവശ്യമായിട്ട് കൈവെക്കുന്ന ഒരു നടനും രക്ഷപ്പെടുന്ന ചരിത്രം കണ്ടിട്ടില്ല. കാരണം ഒരു ആക്ടറിനെ ഒരു ഡയറക്ടർ സമീപിക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ചിട്ട് ഇയാളെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തോട്ട് ആ ഡയറക്ടർ ഉണ്ടാവും. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കുറച്ച് സാധനം ഇട്ടാൽ നന്നാവില്ലേ, ആ ഒരു സാധനം പുതിയതായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കഥയിൽ കുറച്ചുകൂടി ഒരു ഇത് കിട്ടുമല്ലോ, അത് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലേക്ക് കഥയുടെ ഒരു പോർഷൻസിനെ കൊണ്ടുപോകുമ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ചത് ഒരിടത്ത് നിൽക്കും, സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വേറൊരു തരത്തിൽ നിൽക്കും. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ അവിടെയും തൊട്ടില്ല, ഇവിടെ എത്തിയതുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കും. അത് തന്നെയാണ് റെട്രോയ്ക്ക് സംഭവിച്ചത്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൂര്യയ്ക്ക് ചെയ്യാൻ കിട്ടിയ ഏരിയാസ് എല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കഥാപാത്രത്തിന് പലയിടങ്ങളിലും കൊടുക്കേണ്ട ഒരു ഹൈപ്പ് കിട്ടാതെ എവിടേക്കോ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാതെ പോയ ആ ഒരു ക്യാരക്ടർ. പിന്നെ ജോജു ജോർജ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര കിടു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നൊരു കോമഡി കഥാപാത്രമായിട്ട് മാറിയ പോലെ ഫീൽ ചെയ്തു. ജയറാമേട്ടൻ കോമഡിക്ക് വേണ്ടിയിട്ടാണ് ജയറാമേട്ടൻ അവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ കാണിച്ചതൊക്കെയും ഒരു നിർവികാരതയോടുകൂടി തിയേറ്ററിൽ നിന്ന് നോക്കാനേ പറ്റുള്ളൂ. കാരണം ആ മനുഷ്യൻ ചെയ്തു വെച്ച കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. സോ ഇവിടെയൊക്കെ പോയിട്ട് ഈ സൈഡ് ക്യാരക്ടർ ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക, അദ്ദേഹം ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സാധനങ്ങൾ നമുക്ക് പോലും ചിരി വരാത്തൊരവസ്ഥയിലേക്ക് പുള്ളിക്കാരനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ഭയങ്കര നിർവികാരതയാണ് ഫീൽ ചെയ്തത്. പൂജ ഹെഗ്ഡെ എന്തിനായിരുന്നു ഈ ഫിലിമിലെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം ഒരു നാടൻ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ നടിമാർ തമിഴിലുണ്ടായിരുന്നു. പൂജ ഹെഗ്ഡെനെ കൊണ്ടുവന്നിട്ട് ഒരു തൊലിഞ്ഞ മേക്കപ്പ്, ടാനൊക്കെ അടിച്ച് പഴുത്തിരിക്കുന്ന മാതിരിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ ലുക്കിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വെച്ചേക്കുന്ന കുറേ ഐറ്റം. ഒരു ഇതുമില്ല. പോരാത്തതിന് ഇവരുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്.
ഇവരുടെ ലവ് മൊമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്ന സാധനങ്ങൾ. ക്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് ക്രിഞ്ച്. ചില സമയത്ത് തോന്നിപ്പോയി ഈ കുരിപ്പിനാക്കി എടുത്ത് കളഞ്ഞിട്ട് നീ വല്ല പണിക്കും പോടയെടുക്കുക എന്ന് നമ്മുടെ ക്യാരക്ടറിനോട് പറയുന്നൊരു അവസ്ഥയായി പോകും. അത് അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു. പൂജ ഹെഗ്ഡയുടെ ഏരിയാസൊക്കെ ഭയങ്കരமான വെറുപ്പിക്കൽ, തരமான സിറപ്പാன വെറുപ്പിക്കൽ എന്ന് വേണം പറയാൻ. പിന്നെ രമ്യ സുരേഷ്, പുള്ളിക്കാരിക്ക് ഇവിടെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നോർമലി നമുക്കറിയാം അമ്മ കഥാപാത്രങ്ങളാണ്. പുള്ളിക്കാരിക്ക് അവിടെയും അതേപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് എടുത്ത് വെച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കുറച്ച് പോർഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവിടെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. പിന്നെ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത് മലയാളത്തിൽ നിന്ന് വന്ന് ചെയ്ത ഒരു ക്യാരക്ടർ സുജിശങ്കറിൻ്റെ ക്യാരക്ടറാണ്. പുള്ളിയുടെ ക്യാരക്ടറിനെ തുടക്കത്തിൽ കൊടുത്തൊരു ബിൽഡപ്പും പിന്നീട് അയാളുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഒരു വേരിയേഷനും അത്യാവശ്യം ചിരിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശ് രാജ് വരുന്നു, 3-4 ഡയലോഗ് അടിക്കുന്നു, ഇടയ്ക്ക് ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, പാശ്ചാത്യം കാണിക്കുന്നു, പോകുന്നു, സംഭവം കലാസ്. പിന്നെ ഇതിനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സിനിമാറ്റോഗ്രഫി നൈസ് സിനിമാറ്റോഗ്രഫി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സന്തോഷ് നാരായണൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. പലയിടങ്ങളിലും ഗംഭീര വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റി. പക്ഷെ അതിനൊത്ത് മറ്റ് സംഭവങ്ങൾ അവിടെ കറക്റ്റായിട്ട്, അതായത് ഓഡിയൻസുമായിട്ട് കഥാപാത്രങ്ങൾക്ക് ഒരു കണക്ഷൻ വരുന്നിടയിൽ ഒരു കണക്ഷൻ വരുന്നില്ല. അതാണ് അവിടെ പ്രശ്നം വന്നത്. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതായത് ഗ്ലാഡിയേറ്ററിൻ്റെ മാതിരി ഒരു ഫൈറ്റ് പിന്നെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുകയാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളവർ തന്നെ നമ്മൾ കൊല്ലും, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ. അപ്പോഴാണ് വില്ലൻ്റെ തരமான സിറപ്പാன സംഭവങ്ങളെ കാണിക്കുന്നത്. അവൻ വന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവൻ കോമഡിയാണ്, അവൻ സീരിയസ് ആണെന്ന് അറിയാൻ വയ്യ. പിന്നെ നാസറിൻ്റെ ക്യാരക്ടറുണ്ട്, ചുണ്ടൊക്കെ വിറച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. പുള്ളിക്കും ഒന്നും ചെയ്യാനില്ല, എന്തരോ കാണിക്കുന്നുണ്ട്. പുള്ളിയും പ്രത്യേകിച്ച് ഒന്നും ഇല്ല, പുള്ളി ഇങ്ങനെ കസേര ഇരിക്കണം, അത് ചെയ്യും, തീർന്നു കഴിഞ്ഞു, പുള്ളിയുടെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത ആളുവാ. അങ്ങനെ ഓരോ പരിപാടികൾ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടത്തിനകത്ത് ബാഹുബലിയുണ്ട്, സലാറുണ്ട്, പിന്നെ പുള്ളിയുടെ തന്നെ ഡബിൾ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ജഗമേ തന്ത്രമുണ്ട്. പുള്ളി ഒരു മെസ്സേജ് ഇതിനകത്തൂടെ പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചു. ആ മെസ്സേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു പോയി. പുള്ളിക്ക് അതായത് ഇപ്പോൾ സൂര്യയെ കൊണ്ട് മാർഷൽ ആർട്സ് ചെയ്യിപ്പിക്കുന്ന കുറേ പരിപാടികളുണ്ട്, അതൊക്കെ നൈസായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ വെച്ച് പിടിച്ച് ഇത് കഥ വേറെ ട്രാക്കിലൂടെ കൊണ്ടുവരുന്നെങ്കിൽ ഗംഭീര പരിപാടിയാവേണ്ട സാധനമാണ്. കണ്ടന്റ് ഉണ്ട്, പക്ഷെ ആ കണ്ടന്റിനെ അവർ വേണ്ടുന്ന രീതിയിൽ യൂസ് ചെയ്തില്ല. സൂര്യയെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പുള്ളി നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അയാളെ അതും ചെയ്യിപ്പിച്ചില്ല, അവിടെയും തൊടിപ്പിച്ചില്ല, ഇവിടെയും തൊടിപ്പിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ പുള്ളി ഇട്ട് വട്ടം കറക്കി. സോ അതും ആ ഒരു വഴിക്കായി. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഗമേ തന്ത്രത്തിലെ കുറച്ച് പോർഷനും പിന്നെ സലാറിലെ കുറച്ച് പോർഷനും ഡബിൾ എക്സിലെ ക്ലൈമാക്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്രോ ആവാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. പിന്നെ മഹാനിലെ കുറച്ച് പോർഷൻസും കൂടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശുഭം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, സോ അതിലോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിനകത്ത് ആർട്ട് വർക്ക് ഗംഭീര ആർട്ട് വർക്ക് കേട്ടോ. തോറിൻ്റെ പോലെയൊക്കെയുള്ള കുറേ ചുറ്റികയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് അത് റബ്ബർ ഫാക്ടറിയുടെ എന്തിനാ പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെങ്കിൽ പിന്നെ റബ്ബർ തന്നെ ആയിട്ട് തന്നെ വിചാരിക്കാം. പക്ഷേ റബ്ബറായിട്ട് വിചാരിച്ചാൽ പോലും അതിനൊരു ക്വാളിറ്റി വേണ്ടേ. ഒരു മണക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാ എന്തോ. റോയൽ റബ്ബറിൻ്റെ കിണ്ടി മണ്ണം കെട്ടി കുറേ ആർട്ട് വർക്ക് തൊലിഞ്ഞ സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ. ഒരു മെച്ചമില്ലാത്ത രീതിയിൽ സൂര്യ ഫീൽഡ് ഔട്ടായിട്ട് നിന്ന സൂര്യനെ വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഫീൽഡ് ഔട്ടാക്കി കാണിച്ചു തരാണെന്നെ എന്ന് പറയുന്ന പോലത്തെ ഒരു ചെയ്തായി പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സൂര്യയ്ക്ക് കയ്യില്ലാതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം സ്ക്രിപ്റ്റിനകത്തൊക്കെ കൈ വെച്ചെന്നൊക്കെ ഇങ്ങനെ ഓൾറെഡി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് ശുഭം എന്ന് തന്നെ ഞാൻ അന്നേ മനസ്സിൽ പറഞ്ഞതാണ്. സോ കൂടുതലൊന്നും പറയാനില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻഷോട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ കാണാം, വിലയിരുത്താം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും പറയില്ല. പുതിയ വീഡിയോസ് റോസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും